അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളായ നമ്മെ അള്ളാഹു വിളിച്ചുകൊണ്ട് പറയുന്നൊരു വാക്ക് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ആമിനു, നിങ്ങൾ വിശ്വാസികളാകണം. ഒന്ന് രണ്ട് സ്ഥലത്ത് ഇതിന് സമാനമായ പദപ്രയോഗങ്ങൾ ഖുർആൻ നടത്തിയതായിട്ട് കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതുന്ന ആളുകളെയാണ് വിളിക്കുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് വിളിക്കുന്നത്. നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സകാത്തൊക്കെ കൊടുക്കുന്ന ആൾക്കാരെയാണ് അല്ലാഹു വിളിക്കുന്നത്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിക്കാനുള്ള കാരണം അതാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ വാക്ക് ആമിനു, ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ശരിക്ക് വിശ്വസിക്കണം കേട്ടോ. നമ്മൾ എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കണം, ഒന്നുകൂടി നിങ്ങൾ ദൃഢമായി വിശ്വസിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയൊരു വിശദീകരണമുണ്ട്. പ്രവാചകന്റെ വാക്ക് ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിട്ടുണ്ട്, മൻ, ഒരുത്തനെ, ആമന ബിലിസാനിഹി, അവരുടെ സംസാരം കൊണ്ട് അവർക്ക് ഈമാനുണ്ട് എന്ന് തോന്നും. സംസാരത്തിൽ മുഅ്മിനാണ്, ഞങ്ങൾ തൗഹീദുള്ളവരാണ്, ഞങ്ങളെ വീട് ആദ്യമേ ശിർക്കില്ലാത്ത വീടാണ്, ഒറ്റക്കുട്ടി നിസ്കാരം ഒഴിവാക്കാത്ത തറവാടാണ് എന്നൊക്കെ അവിടെ സംസാരത്തിലുണ്ടാവും. മാ ബി ഖൽബി, പക്ഷെ ആ ഈമാനിന്റെ അടയാളം ഹൃദയത്തിലൂടെ വരികയില്ല, അവർക്ക് അള്ളാന്റെ ശാപം ഉണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ വാക്കാണ് ഖുർആൻ എടുത്തു പറയുന്നത്. മുസ്ലിമീങ്ങളെ നിങ്ങൾ വിശ്വാസികളാകണം എന്നല്ല ഖുർആൻ പറയുന്നത്, വിശ്വാസികളെ നിങ്ങൾ വിശ്വാസികളാകണം. എന്തേ കാരണം? അതിന് കാരണം, ഒരാൾ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ ഒരാൾ വിശ്വാസിയായി, യഥാർത്ഥ സത്യവിശ്വാസിയായി എന്ന് എന്നെക്കുറിച്ച് പറയണമെങ്കിൽ, നമ്മെക്കുറിച്ച് പറയണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ ചില അലാമാത്തുകൾ, ചില അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാടുണ്ട്. 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ സത്യവിശ്വാസം നമ്മൾക്ക് തന്നെ പരിശോധിക്കുവാനും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നേറുവാനുമാണ് ഈ വിഷയം നമ്മൾ പറയുന്നത്. ആവർത്തിക്കുന്നു, വിശ്വാസികളെ നിങ്ങൾ വിശ്വാസികളാകണം എന്ന് പറയുന്നത് ആരാധനക്കുറവ് കൊണ്ടല്ല, മറിച്ച് ആരാധനകൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഈമാൻ ഉറച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട ഏതാനും ചില
നമ്മൾ ഉലായിക അൽ മുഅ്മിനൂന ഹഖ്ഖൻ, നേർക്ക് നേരെ പൂർണ്ണമായും സത്യവിശ്വാസികളായി എന്ന് അള്ളാഹു നമ്മെ വിലയിരുത്തുകയുള്ളൂ. അതിൽ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ചെറിയ കാര്യങ്ങളാട്ടോ. ഒന്നാമത്തേത് അത്തഹദ്ദുസ് ബിനിഅമില്ലാഹി ളാഹിറൻ ബിലിസാനി. സത്യവിശ്വാസം ശരിക്കും ഉൾക്കൊണ്ട ഒരാൾ, അയാളുടെ സംസാരത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തുകളായിരിക്കും കൂടുതലായി വരിക. അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുള്ള നിഅമത്തുകളായിരിക്കും യഥാർത്ഥ സത്യവിശ്വാസികളുടെ സംസാരത്തിൽ ആദ്യമായും ഭൂരിഭാഗവും വരിക. എന്താണ് സഹോദരങ്ങളെ ആ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹു നമ്മൾക്ക് നൽകിയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു. വലനബുലുവക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും ഒക്കെ പടച്ചോൻ നമ്മളെ പരീക്ഷിക്കും. രണ്ടും ഉണ്ടാകും, അത് നമ്മൾക്കറിയാം. എന്നാൽ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ 90% ആൾക്കാരും. കഷ്ടപ്പാടുണ്ടാകും, ജോലി കിട്ടാത്തതുണ്ടാകും, ഡൈവേഴ്സ് ഉണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, ചൂടുണ്ടാകും, തണുപ്പുണ്ടാകും, ഭയം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നവരായിരിക്കും നമ്മുടെ നാട്ടിൽ നിസ്കരിക്കുന്ന ആളുകളിൽ തന്നെ അധികവും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക്, സത്യവിശ്വാസികളോടായി നമ്മളോട് പറഞ്ഞ വാക്ക്, വിശ്വാസികളെ, ഈമാൻ ഉറച്ച ഒരാൾ അങ്ങനെയല്ല. അയാളുടെ സംസാരത്തിൽ ഭൂരിപക്ഷം വരിക പടച്ചോൻ തന്ന നിഅമത്തായിരിക്കും. അയാളുടെ ജീവിതത്തിൽ ആദ്യമായി അയാൾ സംസാരിക്കുക പടച്ചോൻ തന്ന നിഅമത്തായിരിക്കും. അതിന്റെ താഴെയാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് അയാൾ പറയുകയും ആളുകളോട് സംസാരിക്കുമ്പോൾ വരികയും ചെയ്യുക. പരിശുദ്ധ ഖുർആൻ അത് നേർക്കുനേരെ നമ്മൾക്ക് പറഞ്ഞു തന്നു. വിശ്വാസികളെ, നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലായി വരേണ്ടത് പടച്ചോൻ തന്ന നിഅമത്തിനെ കുറിച്ചാണ്, പടച്ചോൻ നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ചാണ്. എന്തേ കാരണം? ഖുർആൻ അത് നേർക്കുനേരെ നമ്മൾക്ക് പറഞ്ഞു തന്നു. പടച്ചോൻ നമ്മൾക്ക് തന്ന നിഅമത്തുകളെ എണ്ണാൻ നിന്നാൽ, പേപ്പറിൽ എഴുതാൻ നിന്നാൽ, നമ്മൾക്ക് അല്ലാഹു തന്ന നഷ്ടങ്ങളും പരീക്ഷണങ്ങളുടെയും 10 ഇരട്ടി ഉണ്ടാകും. കാഴ്ച മുതൽ ജനനേന്ദ്രിയം വരെ, നാട് മുതൽ പള്ളി വരെ, ഹിദായത്ത് മുതൽ മക്കൾ വരെ, ശരീരത്തിലെ ഒരു താടിരോമം മുതൽ ജീവിതത്തിന്റെ ഓരോ ശ്വാസം വരെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒരു പേപ്പറിൽ എഴുതാൻ വേണ്ടി നിന്നാൽ നമ്മൾക്ക് അള്ളാഹു തന്ന പരീക്ഷണങ്ങൾ കൈകൾ കൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമെങ്കിൽ നിഅമത്തുകൾ എണ്ണിത്തിട്ടപ്പെടുത്താനേ കഴിയില്ല. എന്നിട്ട് ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കണം എങ്ങനെ അറിയോ? പക്ഷേ ഇന്നൽ ഇൻസാന, ഇതൊക്കെയാണെങ്കിലും മനുഷ്യന്മാർ അവർ ലവലൂമുൻ കഫാറുൻ, നന്ദികേടും അക്രമവും കാണിക്കുന്നവരാണ് കൂടുതൽ. എന്തേ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? നിഅമത്തുകളാണ് കൂടുതലെങ്കിലും സംസാരത്തിൽ കൂടുതൽ പടച്ചോന്റെ പരീക്ഷണങ്ങളാണ് അവരിൽ നിന്ന് വരിക. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിലെ 1-2 സംഭവങ്ങൾ പറയാം. വിശ്വാസികളായ ആളുകൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയാം. താബിഈ പണ്ഡിതന്മാരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിം ബിൻ അദ്ഹം. അദ്ദേഹം ഇങ്ങനെ അങ്ങാടി കൂടെ പോകുക, നിസ്കാരം കഴിഞ്ഞിങ്ങനെ അങ്ങാടി കൂടെ പോകാൻ. അങ്ങാടിയിലുണ്ട് ഒരു മുസ്ലിം ആയ യുവാവ്. അവൻ തലയിൽ ഒരു ചെറിയൊരു കെട്ട് കെട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോണ കണ്ടു. അപ്പം ഇബ്രാഹിം അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ചു, സലാം പറഞ്ഞു. ഇവിടെ ചോദിച്ചു, എന്താടാ സഹോദര തലയിൽ ഇങ്ങനെ കെട്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ലൊരു തലവേദന ഉണ്ട്, ശരീരം ഇങ്ങനെ അസുഖവുമുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയതാണ്. സ്വാഭാവികമാണ്, ഒരു പ്രശ്നമല്ല. ഇബ്രാഹിം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, സഹോദര കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചെയ്യുന്നൊരു പ്രശ്നമല്ല, പക്ഷെ ആലോചിക്കണം. ആ ആലോചന നമ്മൾ ആലോചിക്കണം കേട്ടോ. അദ്ദേഹം പറഞ്ഞ വാക്ക് ആലോചിക്കണം. എടാ, എത്ര കാലം അള്ളാഹു നിനക്ക് ആയുസ് തന്നു? ആ ആയുസിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു തലവേദന, ആ തലവേദന നിനക്ക് വന്നപ്പോൾ അതിന്റെ മുകളിൽ നീ ഒരു കെട്ടുകെട്ടി വരുന്ന മുഴുവൻ ആളുകളോടും ചോദിക്കുന്ന രൂപത്തിൽ എന്ത് പറ്റി നോക്കുമ്പോൾ തലവേദന ഉണ്ട് എന്ന് പറയുക വഴി പടച്ചോൻ നിനക്ക് നൽകിയിട്ടുള്ളൊരു ഷർറിനെ കുറിച്ച് എല്ലാവരിലേക്കും നീ എത്തിച്ചു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ആലോചിക്ക്, തലവേദന വരുന്നതിന്റെ മുമ്പ് എത്രയോ മാസവും എത്രയോ ദിവസവും വേദനയില്ലാത്തൊരു തല പടച്ചോൻ തന്നില്ലേ? എനിക്ക് പടച്ചോൻ അങ്ങനെ ഒരു തല തന്നിട്ടുണ്ട് എന്ന് നീ എത്രയാളോട് പറഞ്ഞിട്ടുണ്ട്? ഇതൊരു ചിന്തയാണ്. തലവേദന വന്നത് ആളുകൾ മുഴുവൻ അറിയുന്നു.
വേദനയില്ലാത്തൊരു ശരീരത്തെക്കുറിച്ച് 20 കൊല്ലം ജീവിച്ചാലും നമ്മുടെ നാവ് കൊണ്ട് പറയാതിരിക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ വാക്ക്. വിശ്വാസികളെ, ഈമാൻ ഉറച്ചിട്ടില്ല. എന്നോട് പറയാൻ, നമ്മളോട് പറയാൻ, നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നാട് മൊട്ടുക്ക് പറയും. നിങ്ങൾ ആലോചിച്ചു, എന്റെ കടയിൽ കച്ചവടം നഷ്ടായാൽ ഈ നാട്ടിൽ എല്ലാവരും അറിയാലോ, മൗലവി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പിരിവിന് പോകണ്ട, അദ്ദേഹം കുറച്ച് ടൈറ്റിലാണ്. അത് ആരിൽ നിന്ന് കിട്ടിയതറിയോ? അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതാണ്. മൗലവി ഇപ്പൊ വേണ്ട, കുറച്ച് ടൈറ്റ്, പ്രശ്നമല്ല, ഒരു കുഴപ്പമില്ല. എന്നാൽ ടൈറ്റ് ആകുന്നതിന് മുമ്പ് മൗലവി പള്ളിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളിട്ടോ, കുഴപ്പമില്ലട്ടോ, അൽഹംദുലില്ലാ, നമ്മളെ കൊണ്ടാവും വരെ ചെയ്യട്ടോ എന്നൊരു വാക്ക് പറയാത്തവൻ കഷ്ടതകളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു. ദുഃഖങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു. ജീവിതത്തിൽ മുട്ടുകാലിനൊരു വേദന വരികയാണ്. എന്താണ് അവസ്ഥ? കാലിന് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, മുട്ട് ചവിട്ടാൻ വയ്യ. ശരിയാണ് സഹോദരങ്ങളെ, നമുക്ക് പ്രയാസമുണ്ട്, ഒരു പ്രശ്നമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കി, ആ മുട്ടുകാലിന് വേദന 45-ലും 50-ലും 60-ലാണല്ലോ വന്നത്. അതുവരെ മുട്ടുകൊണ്ട് കയറ്റം കയറാനും പള്ളിയിലേക്ക് വരാനും കിക്കറടിക്കാനും കല്യാണത്തിന് പോകാനും ആ കാലുകൊണ്ട് പടച്ചോൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ. പടച്ചോൻ അൽഹംദുലില്ലാ, ഈ കാലിന് ഒരു വേദനയും തരാത്ത പടച്ചോനെ നിനക്കാണ് ഖൈറ് എന്ന് ഒരു 5-6ഓടെങ്കിലും ആ കാലിന് വേദന വരുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞിക്കണോ? ഉണ്ടാവൂല. കാരണം ഒരു ശീലമില്ല. ഞാൻ എന്നോടടക്കം പറയണ ശീലല്ല. അവിടെയാണ് പറയുന്നത് അത്തഹദ്ദുസ്, പറയണം. ബിനിഅമില്ല, അല്ല തന്ന നിഅമത്തിനെ വാഹിറം ബിലിസാനി, നാവ് കൊണ്ട് വെളിവാക്കി പറയണം, വെളിവാക്കി തന്നെ പറയണം. 3 കുട്ടികള്, 3ാമത്തെ കുട്ടിക്ക് ജോലി ശരിയായിട്ടില്ല. അത് കുടുംബത്തിൽ എല്ലാവരും അറിയും, അയലോക്കക്കാരറിയും, മഹല്ലറിയും, മൗലവി അറിയും, എല്ലാവരും അറിയും. 3ാമത്തെ ശരിയായിട്ടില്ല, മൗലവി പോയിട്ട് ഇങ്ങോട്ട് ആയിട്ടില്ല. ആദ്യത്തെ 2 ആള് 5 കൊല്ലം മുമ്പ് ഗൾഫിലും നാട്ടിലും സെറ്റിൽ ആയിട്ടുണ്ടാവും. അത് ഭൂരിപക്ഷ ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതെന്തേ കാരണം? അത് കിട്ടിയ നിയമത്താണ്, അത് സംസാരിക്കൂല. കിട്ടാത്തത് നാട്ടിൽ മൊത്തം അറിയും. ഇത് വിശ്വാസത്തിന്റെ അടയാളല്ല. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ ഒരു പ്രാർത്ഥന പറയാം. ആ പ്രാർത്ഥന ചൊല്ലിയ ആളാരാണ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടും. എന്താണ് ആ പ്രാർത്ഥന എന്നറിയോ? അൽഹംദുലില്ലാ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എന്തിനാ പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും? അല്ലദീ അത്അമനാ വസഖാനാ, പടച്ചോനെ നീയാണ് ഞങ്ങൾക്ക് സുഭിക്ഷമായി ഭക്ഷണം നൽകിയത്, നീയാണ് കുടിക്കാൻ ധാരാളം ഞങ്ങൾക്ക് വെള്ളം നൽകിയത്. വകഫാനാ, നീയാണ് പടച്ചോനെ ഞങ്ങൾക്ക് പൂർണ്ണമായും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചു തന്നത്. വആവാന, പടച്ചോനെ ഞങ്ങൾക്ക് നീയാണ് പൂർണ്ണമായും സുരക്ഷിതത്വവും സമാധാനവും തന്നത്. കഴിക്കാൻ പൂർണ്ണമായും ഭക്ഷണം തന്നവൻ നീയാണ് പടച്ചോനെ. കുടിക്കാൻ സുഭിക്ഷമായ വെള്ളവും പാനീയങ്ങളും തന്നത് പടച്ചോനെ നീയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചെന്ന് നീയാണ്. അല്ലാഹുവേ ഞങ്ങളെ സംരക്ഷിച്ചത് നീയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, നിനക്കാണ് സർവസ്തുതിയും. ഇത് പ്രാർത്ഥിച്ചത് ആരാ രസങ്ങളെ? ഇത് പ്രാർത്ഥിച്ചത് ആരറിയോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ പ്രാർത്ഥന. അത് എന്താ നബി പ്രാർത്ഥിച്ചറിയോ? പടച്ചോനെ കഴിക്കാൻ ധാരാളമായി ഭക്ഷണം തന്ന നീയാണ് പടച്ചോനെ, നിനക്കാണ് നന്ദി. ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചു തന്നത് നീയാണ് പടച്ചോനെ, നിനക്കാണ് നന്ദി. അല്ലാഹുവേ എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പൂർത്തിയാക്കി എനിക്ക് അഭയം തന്നത് നീയാണ് പടച്ചോനെ, നിനക്കാണ് നന്ദി. ആ നബിനൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ജീവിതത്തിൽ ജനിച്ച അന്ന് ജീവിതത്തിൽ ഇന്ന് വരെ വാപ്പാനെ പ്രവാചകൻ കണ്ടിട്ടില്ല. നബിക്ക് കിട്ടിയ നിയമത്താണ് എണ്ണി നമ്മൾ. ബാപ്പാനെ കണ്ടിട്ടില്ല. 5 വയസ്സ് വരെ ഹലീമ ബീവിന്റെ കൂടെയാണ് പാലെടുക്കാൻ. 6ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. 8ാമത്തെ വയസ്സിൽ ബാക്കിയുള്ളവർ മരിച്ചു. സംരക്ഷകർ മുഴുവൻ മരിച്ചു. പരിപൂർണമായ പട്ടിണി കിടന്ന റസൂലുള്ളാഹ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, ശഅബ് അബീ ത്വാലിബ് പച്ചില പോലും കഴിക്കേണ്ടി വന്നു. ജീവിതത്തിൽ ആക്രമണങ്ങൾ, പ്രയാസങ്ങൾ, പല്ലുപോകൽ, കവിളിന് ആണിതറക്കൽ, കുടിയിലേക്ക് തള്ളിയിടൽ, കുടൽമാലകൾ കഴുത്തിലൊഴുക്കലിടൽ, ത്വായിഫിൽ നിന്ന് എറിഞ്ഞാട്ടിക്കൊണ്ടുപോകൽ, പ്രവാചകന്റെ ബന്ധുക്കളെ കൊല്ലൽ, പ്രവാചകന്റെ സ്വന്തം മകളെ ഒട്ടകപ്പുറത്ത് താഴെയിട്ട് കൊല്ലൽ. ആ പ്രവാചകനാണ് നട്ടപ്പാതെ എഴുന്നേറ്റിട്ട് കാലിൽ നീര് വരുവോളം നിസ്കരിച്ചിട്ട് ഭാര്യ അയക്കുന്നത്. എന്തിനാ നബി ഞങ്ങൾ കരഞ്ഞിങ്ങനെ നിസ്കരിക്കണത്? അഫല അകൂന അബ്ദൻ ശകൂറ, ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ, പടച്ചോനോട് നന്ദി കാണിക്കണ്ട ആയിഷ. സഹോദരങ്ങളെ എന്തേ പറഞ്ഞറിയോ? നബി എണ്ണാൻ എനിക്ക് ഹിദായത്ത് തന്നില്ലേ പടച്ചോൻ, ഇന്നെ നബിയാക്കിയില്ലേ പടച്ചോൻ,
ഇങ്ങനെ ഉയർത്തി അരയോളം വലിപ്പമുള്ള വീട് തന്നില്ലേ പടച്ചോൻ? പട്ടിണി കിടക്കുമ്പോൾ നോമ്പ് തുറക്കാൻ കാരക്ക് തന്നില്ലേ പടച്ചോൻ? ആയിഷ, അതിനേക്കാളും വലിയ സൗഭാഗ്യ ദുനിയാവിൽ ആർക്കാ കിട്ടിയത്? സോളെ മഹലിലിക്കണ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളോട് വന്നിട്ട് ഒരാള്, ഇന്നോട് വന്നിട്ട് ഒരാള് നമ്മളോട് വന്നിട്ട് എന്തൊക്കെയുണ്ട് ഇബ്രാഹിം കാക്ക വർത്താനം? ഒന്നാമത്തെ മറുപടി എന്താ അറിയോ? തട്ടിമുട്ടി അങ്ങനെ പോണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഭയങ്കര കഷ്ടപ്പാടാണ്. റാഹത്തുള്ളൊരു മറുപടി കിട്ടൂല. എങ്ങനെയുണ്ട് ജീവിതം? എന്താ മൗലവി സുഖല്ല? എന്തേ? ഒന്നുമില്ല, ചെറിയൊരു കച്ചവടത്തിന് നഷ്ടം അപ്പോഴും ഉണ്ടാവും. 3.5 ഏക്കർ ഉണ്ടാവും, 8 റൂമും ഉണ്ടാകും, മക്കൾ പഠിച്ചൊക്കെ ആയിട്ടുണ്ടാവും. ഇന്നാലും ചെറിയ നഷ്ടം. സമാധാനത്തിലൊരു വർത്താനം. തട്ടിമുട്ടി പോകാണ്, അഡ്ജസ്റ്റ് ആണ്, സുഖല്ല. അങ്ങനെ പോക, ദുനിയാവല്ലേ. ചില ആൾക്കാർ എന്തൊക്കെയുണ്ട് വർത്താനം? മൗലവി ഇന്നോടൊക്കെ സുഖാണോന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നിയാലോ? എന്റെ മൂപ്പരോട് ചോദിക്കാൻ തന്നെ പറ്റൂല. കാരണം ഒന്നുമില്ല, മൂപ്പർക്ക് 2 ദിവസം മുന്നേ ചെറിയൊരു ഉരവേദന വന്നിക്കണ്. ഇനി മരിക്കും വരെ സുഖാണോ ചോദിക്കാൻ പറ്റൂല. ഇതാണ് നന്ദികേട് എന്ന് പറഞ്ഞാൽ. ഇതാണ് നന്ദികേട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇസ്ലാമിന്റെ നിയമം എന്താ സംഘങ്ങളെ? ഒരാളോട് ആശുപത്രി ബെഡിന്ന് ഓപ്പറേഷന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു മുസ്ലിമിനോട് മുഹമ്മദ് കാക്ക എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ സുഖാടാ, ഇൻഷാ അല്ലാഹ് ഖൈറാകും, ഈ ദുആ ചെയ്യണട്ടോ, കഴിഞ്ഞു. അതാണ് മുസ്ലിം. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് പറയട്ടെ, നമ്മളുമായി ബന്ധിപ്പിക്കാൻ കേട്ടോ. ഖുർആന്റെ വാക്കാണ് ഫഇദാ അൻഅംനാ അലൽ ഇൻസാൻ. ചില മനുഷ്യന്മാർക്ക് ഞാൻ നിഅമത്ത് കൊടുത്താൽ അഅറള വനആ ബിജാനിബിഹി, ആ നിഅമത്തിനെ കുറിച്ച് ദുനിയാവിൽ ഒരു മനുഷ്യനോട് അയാൾ പറയില്ല. അയാൾ ഇങ്ങനെ ഔങ്ങിങ്ങനെ ജീവിക്കും. പിരിവാര് വന്നാലോ എനിക്കുണ്ട് എന്ന് അറിഞ്ഞാലോ, ബാക്കിയുള്ളവര് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അന്വേഷിച്ചാലോ ഔങ്ങിങ്ങനെ ജീവിക്കും. ഒരാളോടും പറയില്ല, ഒരു നിഅമത്തും പറയില്ല. കഷ്ടപ്പാടാണ്, ഒന്നും ആയിട്ടില്ല, ശരിയായിട്ടില്ല, എന്തോ ഒരു ജോലി അയക്കണം. മൂപ്പർക്കറിയാം നാട്ടിലത്തെ 1 ലക്ഷമാണ്, എന്നാലും എന്തൊക്കെയാ ഒരു 16 റുപ്യ അങ്ങനെ കിട്ടുന്നുണ്ട് തോന്നുന്നു. അങ്ങനെ പറയുള്ളൂ. അങ്ങനെ അവർ ജീവിക്കും. എന്നാൽ ഖുർആന്റെ വാക്ക് ഫൈദാ മസ്സഹു ശർ, അതിന്റെ ഇടയ്ക്കെങ്ങാനും വല്ല പരീക്ഷണം വന്നാൽ, മുട്ടുങ്കാലിന്റെ വേദന വന്നാൽ, ഡൈവേഴ്സിന്റെ ചർച്ച വന്നാൽ, കച്ചവടത്തിൽ നഷ്ടം വന്നാൽ, വിചാരിച്ച രൂപത്തിൽ പൈസ കിട്ടാതിരുന്നാൽ, ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ, ഏതെങ്കിലും ഒരു വേദന വന്നാൽ, അള്ളാഹുവിന്റെ വാക്ക് അവർ നടന്നും ഇരുന്നും കടന്നും പ്രാർത്ഥിക്കും. നാട്ടുകാരോടൊക്കെ പറയും, മൗലവിനോട് പറയും, മൗലവി കുറച്ച് ഘട്ടത്തിലാ, നിങ്ങളൊന്ന് ദുആ ചെയ്യണട്ടോ. പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, പറയാനും കുഴപ്പമില്ല. പക്ഷേ നന്മകൾ കാണാതിരിക്കുകയും ഷർറ് മാത്രം എടുത്തു പറയുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിക്ക് ഭൂഷണമല്ല. ഒന്നാമത് നമ്മൾക്ക് അല്ലാഹ് നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ആദ്യമായി കിട്ടേണ്ടത് അൽഹംദുലില്ലാ സുഖാണ്, ബാക്കി വേദനയല്ല, ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. ഒരു വിശ്വാസിയിൽ നിന്ന് കേൾക്കേണ്ടതും കാണേണ്ടതും ആദ്യമായി കിട്ടിയ നിഅമത്തിനെ കുറിച്ചാണ്. നിരാശയല്ല, സങ്കടമല്ല, വേദനയല്ല. പടച്ചോനെ ഇത്രയും കാലം പള്ളിക്ക് വരാൻ കഴിഞ്ഞല്ലോ, ജമാഅത്തിന് വരാൻ കഴിഞ്ഞല്ലോ, ജുമാക്ക് വരാൻ കഴിഞ്ഞല്ലോ, ഇരുന്നിട്ടാണെങ്കിലും പള്ളിക്ക് വരാൻ കഴിഞ്ഞല്ലോ, നോമ്പ് നോൽക്കാൻ പകുതിയെങ്കിലും കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ ബാക്കി ശരിയാകും എന്നതാണ് വിശ്വാസത്തിന്റെ അടയാളം. എന്തുകൊണ്ടാണ് ഇത് ഒന്നാമത്തെ അടയാളമായിട്ട് പറയാൻ കാരണം? നിസ്കരിക്കണ നോമ്പ് നോൽക്കണ ആൾക്കാരുടെ ചോദിച്ചു നോക്കണി, എല്ലാവർക്കും പറയാനുള്ളത് സങ്കടങ്ങളും ടൈറ്റും നട്ടവും കട്ടതിയും മാത്രമാണ്. സഹോദരങ്ങൾ, അവിടുന്ന് മാറണം. ഒന്നതാണ്. രണ്ടാമത്തെ എന്താ അറിയോ? രണ്ടാമത്തേത് ജീവിതത്തിലെ ബോധ്യമാണ്. ആ ബോധ്യം എന്താണ്? പടച്ചോൻ തന്ന ഈ നിഅമത്തില്ലേ, ആ നിഅമത്ത് ഏത് സമയവും പടച്ചോന് പിൻവലിക്കാൻ കഴിയും എന്ന ബോധ്യം മനസ്സിലുണ്ടാകണം. ഇതാണ് ഈമാന്റെ രണ്ടാമത്തെ അടയാളം. പടച്ചോൻ നമുക്ക് തന്ന ഈ നിഅമത്തില്ലേ സഹോദരങ്ങളെ, ഈ നിഅമത്ത് ഏത് സമയത്തും പടച്ചോന് പിൻവലിക്കാം എന്ന ബോധ്യം, ഉറച്ച ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതെന്തേ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ ജീവിതം അങ്ങനെ അല്ല എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് കുറച്ചൊരു പൈസ ഉണ്ടായി, ചിലപ്പോൾ നമ്മുടെ നാവ് കൊണ്ട് പറയില്ല കേട്ടോ. നമുക്കൊരു വീടുണ്ടായി, മക്കളൊക്കെ ഉണ്ടായി, അത്യാവശ്യം ഒരു സാമ്പത്തികം വന്നാൽ പിന്നെ നമ്മുടെ സ്വഭാവം മാറി. ആ മാറ്റം എന്താ അറിയോ? ഇതൊക്കെ ഞാൻ നയിച്ചുണ്ടാക്കിയതാണ്. ഞാൻ പണ്ട് എന്നെ പോലെ തന്നെ ഞാൻ നന്നായി നയിച്ച് മെനക്കെട്ടുണ്ടാക്കിയത് തന്നെയാണ്. അത് അങ്ങനെ ഇങ്ങനെയൊന്നും പോകൂല. ആ വാക്ക് നാവെന്ന് വരൂല.
നിസ്കരിക്കണോന്ന് വരൂല. നമുക്ക് നിസ്കരിച്ചിട്ടും വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിസ്കാരം പരലോകത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ്. നോമ്പോറ്റിട്ടും വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? നോമ്പ് നമ്മളെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾക്കറിയില്ലേ കാറൂന്റെ ചരിത്രം ഖുർആൻ ഇങ്ങനെ പറയാട്ടോ. ആ പറയുന്ന സമയത്ത് ഖുർആന്റെ ഒരു വാക്കുണ്ട്. കാറൂനിന്റെ സമ്പത്തുമായി ആ നാട്ടിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങനെ പോകുമ്പോഴേ അവിടുത്തെ നാട്ടിലെ ആൾക്കാർ പറയാൻ യാ ലൈതലനാ മിത്ല മാ ഊതിയ ഖാറൂൻ, പടച്ചോനെ കാറൂനൊക്കെ കൊടുത്ത മാതിരി സമ്പത്ത് ഞങ്ങൾക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആൾക്കാർ പ്രാർത്ഥിച്ചു. അതിന് അത്രയും പൈസയാണ്. കാറൂനെക്കാളും വലിയ മുതലാളി ഇവിടെ ആരുമില്ല, അത്രയും പൈസയാണ്. പക്ഷേ അള്ളാഹുവിന്റെ വാക്ക്, പടച്ചോന്റെ വാക്ക്, ഫഖസഫിനാ ബിഹി വബിദാരിഹി അൽ അർള് ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാ. അവനെയും അവന്റെ കൊട്ടാരത്തെയും അവന്റെ സമ്പത്തിനെയും ഭൂമിയിൽ ഞാൻ എന്നേക്കുമായി കീഴ്മേൽ മറിച്ചു മൂടി. സമ്പത്ത് കൊണ്ട് രാജാവായി നടന്നവർ ഫിർഔൻ, ഖാറൂൻ, എത്ര മനുഷ്യന്മാർ സുഖലോലുപതയിൽ ജീവിച്ച് പടച്ചോൻ സെക്കൻഡുകൾ കൊണ്ടില്ലാതാക്കി. നമുക്ക് എത്ര ആൾക്കാരെ പറയാണ്ടാവും? എനിക്കറിയുന്ന എത്ര മനുഷ്യന്മാരുണ്ട്, എത്ര മനുഷ്യന്മാർ ആ നാട്ടിലെ സകല പള്ളി കമ്മിറ്റിയിലും ആ നാട്ടിലെ മുഴുവൻ സാമൂഹ്യ ക്ലബിലും പൈസ കൊണ്ട് അമ്മാനാടിനാളാണ്, അമ്മാനമാടിനാള്. ചെറിയൊരു മുഴ വന്നു, കുട്ടിക്ക് വന്നു, ട്രീറ്റ്മെന്റ് നടത്തിയപ്പോഴേക്കും പകുതി പൈസ പോയി, ഭാര്യക്ക് കൂടി വന്നു. ഇന്ന് 8ാമത്തെ കൊല്ലം ഗൾഫിലാണ്. വീട് വിറ്റു, കട വിറ്റു, പറമ്പ് വിറ്റു, ഇന്ന് വാടക വീട്ടിലാണ്. സഹോദരങ്ങളെ, തീരുമാനിച്ചാൽ മതി പടച്ചോന്. ചെറിയൊരു മുഴ മതി, ബ്ലഡ് മതി, കുട്ടിക്കൊരു അംഗവൈകല്യം മതി, പേരക്കുട്ടിക്കൊരു ക്യാൻസർ മതി, സ്ട്രോക്ക് മതി, കിട്ടിയത് മുഴുവൻ പടച്ചോൻ എടുത്തുകൊണ്ടുപോകാൻ അത് മതി. ആ രൂപത്തിലാ ജീവിക്കണ്ടേ, അങ്ങനെ ആ വർത്താനം പറയണ്ടേ, ആ ബോധ്യമാണ് മനസ്സിലുണ്ടാണ്ടേ. ഞങ്ങൾ തറവാട്ടാര് പൈസക്കാരാണ്, ഞങ്ങൾ പണ്ടും മുതലേ പൈസല്ലോരാണ്, എത്ര പോയാലും എത്രയാ പോകാന്നില്ലേ പടച്ചോൻ ഞങ്ങൾ പരീക്ഷിക്കാണെങ്കിലും എത്രയെന്നില്ലേ, ഇതിന് മാത്രമൊന്നും പോകുന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഈ വർത്താനം നമ്മുടെ നാവെന്ന് വരരുത്. അത് കിബറിന്റെ വാക്കാണ്. വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന സൂറത്ത് കഹ്ഫിലെ 2 മനുഷ്യന്മാരുടെ ജീവിതം അല്ലാഹു പറയുന്നുണ്ട്. അതിലൊരാള് തോട്ടത്തിലേക്ക് പ്രവേശിക്കും പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ നയിച്ചുണ്ടാക്കിയ പറമ്പാണ്, തോട്ടം, കൃഷി, വെള്ളം, കന്നുകാലികൾ, വിഭവസമൃദ്ധമായ തോട്ടം, വരുമാനം കണ്ടിട്ട് പറയാൻ ഇതൊക്കെ ഒന്നുമില്ലാത്ത പറമ്പേനി നയിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ രണ്ടാമത്തോൻ പറയടാ പടച്ചോന്റെ അനുഗ്രഹം എന്ന് പറ, മാഷാ അല്ലാഹ് പറ, പടച്ചോന്റെ അനുഗ്രഹമാണ് പറ. അതെന്തിനാടാ? പടച്ചോൻ തരാൻ വിചാരിക്കുകയാണെങ്കിൽ മുമ്പെന്നെ തരാൻ വിചാരിക്കണ്ടേ? പടച്ചോൻ തരാൻ വിചാരിക്കുകയാണെങ്കിൽ ഇന്നക്കാൾ അധ്വാനിച്ചവർക്ക് തരാൻ വിചാരിക്കണ്ടേ? ഇത് ഞാൻ നയിച്ചുണ്ടാക്കിയതാണ്. ഖുർആന്റെ വാക്കെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറമ്പണില്ലാതെയാക്കി. ഖുർആന്റെ വാക്കെന്താ അറിയോ? വഅഹീത ബിസമരിഹി ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹാ വഹിയ ഖാഫിയത്തുൻ അലാ ഉറൂശിഹാ. പന്തലോടുകൂടി അവനുണ്ടാക്കിയിട്ടുള്ള മുഴുവൻ വള്ളികളും പഴങ്ങളും കീഴ്മേൽ മറിച്ചു കൊടുത്തു ഞാൻ. എന്നിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു, മനുഷ്യന്മാരെ ബാപ്പാരും വല്യാപ്പാരും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അടക്കം അവനാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ജീവിതാവസാനം വരെ ഇന്റതാന്ന് വിചാരിക്കണ്ട. ഒറ്റ പരീക്ഷണം കൊണ്ട് ഇല്ലാതെയാക്കാൻ കഴിയും. ഒരൊറ്റ തീരുമാനം കൊണ്ട് വീടടക്കം വിൽക്കേണ്ടി വരും. ആ ബോധ്യത്തിലെ അവൻ ജീവിക്കൊള്ളൂ. സഹോദരങ്ങളെ, 2 കാര്യം പറഞ്ഞു. ഒന്ന്, തന്ന നിഅമത്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അള്ളാഹു നൽകിയ പരീക്ഷണങ്ങൾ പിന്നീട് സംസാരിച്ചാൽ മതി. 2, അള്ളാഹു തന്ന നിഅമത്ത് ഏത് സമയത്തും പടച്ചോൻ എടുത്തുകൊണ്ടുപോകും എന്ന ബോധ്യത്തിൽ വേണം ജീവിക്കാൻ. അതുകൊണ്ട് നന്ദിയുള്ള, വിനയാന്വിതരായ, ഈമാനുള്ളവരായി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, 3ാമത്തെ കാര്യം വിശദീകരിക്കുന്നില്ല. 3ാമത്തേത്, അള്ളാഹു തന്ന നിഅമത്തിനെ കുറിച്ച് പറയുകയും ആ തന്ന നിഅമത്ത് നീങ്ങിപ്പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പോകും എന്ന ബോധ്യമുണ്ടാവുകയും ചെയ്യുന്നതോടൊപ്പം 3ാമത്തത് അശ്ശുക്റു ബിനിഅമത്തില്ലാഹി തആല, ആ തന്ന നിഅമത്തിന്
പടച്ചോനോട് നന്ദി കാണിക്കുന്നവരാവുക. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കേണ്ടതാണ്, മറ്റൊരു സമയത്ത് പറയാം. മൂന്നാമത്തേത് മറക്കരുത്, അള്ളാഹു തന്ന നിഅമത്തിന് ഞാൻ നന്ദി കാണിക്കുന്നവനാവുക എന്നതാണ് മൂന്നാമത്തേത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട് വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അടുത്ത വെള്ളിയാഴ്ചയാണ് ഇലക്ഷൻ ഉണ്ടാകുക. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും അതിൻ്റെ ഭാഗവാക്കാകണം, നമ്മൾ നമ്മുടെ കുടുംബം. ഒറ്റ കാര്യമേ ഉള്ളൂ, പെരുന്നാൾ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തുകയും ഇവിടെ ഫാഷിസം കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകളെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ അജണ്ട. ആ അജണ്ടക്ക് നമ്മൾ നമ്മുടെ കുടുംബം മുന്നിലുണ്ടാകണം. ഒരു കാര്യം നമുക്കറിയാം, അള്ളാഹുവിൻ്റെ വിധി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ ഒന്നുണ്ട്, അള്ളാഹുവിൻ്റെ വിധി, പടച്ചോന്റെ തീരുമാനം എങ്ങനെയാകണം എന്ന് നമ്മുടെ പ്രവർത്തനം കൂടി നോക്കിയിട്ടാ പടച്ചോൻ തീരുമാനിക്കുക. അതിൽ നമുക്കുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ, നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞാൻ ആ രണ്ടാമത്തെ കാര്യം പറയണത്, പ്രാർത്ഥിക്കുക എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു വികാരം ഉണ്ടാകുമ്പോൾ വെറുതെ ഇങ്ങനെ അടിയിൽ ആമീൻ എഴുതലല്ല. അപ്പം ഇന്ന് സുബൈ കഴിഞ്ഞു നമ്മുടെ അടുക്കലേക്ക് മലക്കാൾ ഇറങ്ങി വരുന്ന സമയമാണ്. നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ പള്ളിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വികാരത്തിനപ്പുറം നമ്മൾ അള്ളാഹിനോട്, പടച്ചോനെ എൻ്റെ നാട്ടിൽ ദീനനുസരിച്ച് ജീവിക്കാനും ഈ നാട്ടിൽ കലാപമൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ആളുകളെ പടച്ചോനെ നീ വിജയിപ്പിക്കണം, ബാക്കിയുള്ളവരെ നീ തോപ്പിക്കണമേ എന്ന് സൗങ്ങളെ നമ്മൾ മനസ്സിന്ന് പ്രാർത്ഥിക്കലുണ്ടോ? ഇതൊരു ആയുധമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആയുധം മാത്രമല്ല, അദ്ദുആഉ പ്രാർത്ഥന, യറുദ്ദുൽ ഖലാഉ അല്ല എഴുതി വെച്ച ഖലാഇനെ പ്രാർത്ഥനക്കനുസരിച്ച് അല്ല മാറ്റും, ഖൈറിലേക്ക് അല്ല മാറ്റും. നമ്മൾ പ്രാർത്ഥിക്കണം, വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, മനസ്സിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഉമ്മമാരെ, നമ്മളിങ്ങനെ ബേജാറായിട്ട് കാര്യമില്ല, നമ്മൾ പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൻ്റെ ഭാഗവാക്കാകുക. മക്കളോടും പറയാം. ഇതൊരു സാധാരണ പറയുന്നതിനപ്പുറം ഇന്ന് വരെ സാധാരണ ഞങ്ങൾ പള്ളിയും പറമ്പിൽ നിന്ന് വോട്ടിന് പോകണമെന്ന് നമ്മൾ എവിടെയും പറയലില്ല. അതിന് കാരണം അതിന് ബോധവാന്മാരാണ്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം പറയാൻ കാരണം ഇതൊരു അപൂർവമായൊരു തെരഞ്ഞെടുപ്പിന്റെ സംഗതിയാണ്. ജന്തുജാലങ്ങൾക്ക് വരെ പേര് മാറ്റാൻ, ഗേറ്റുകൾക്ക് പേര് മാറ്റാൻ, നാടുകൾക്ക് പേര് മാറ്റാൻ, മനുഷ്യന്മാരെ വേർതിരിച്ച് കൊല്ലുകയാണ്. സ്കൂളിലെ ടീച്ചർമാരടക്കം പേര് നോക്കിയിട്ട് കുട്ടിന്റെ മുഖത്തടിക്കാൻ ബാക്കിയുള്ള കുട്ടികളോട് പറയാൻ. കലാപത്തിലേക്കൊരു നാട് പോകുമ്പോൾ അവിടെ സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ മുഴുവൻ ആളുകളെയും അതിലേക്ക് എത്തിക്കണം. നമ്മൾ ഈ കാണുന്ന പോലെയല്ല ഉത്തരേന്ത്യയൊന്നും, ഈ കാണുന്ന പോലെയൊന്നുമല്ല ഉത്തരേന്ത്യ. അവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരെ വിലക്കെടുത്തൊക്കെയാണ്. എന്നിട്ട് അവരോട് പള്ളി മെമ്പറിൽ നിന്ന് ഫാസിസ്റ്റുകൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി അവിടെയുള്ള നവാബുമാരോട്, അവിടെയുള്ള മുഫ്തിമാരോട്, അവിടെയുള്ള ഭരണകൂടം പറയാണ്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മനസ്സു മാറണം, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പടച്ചോനത് തീരുമാനം ഉണ്ടാക്കണം. സഹോദരങ്ങൾ, അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് സജീവമായി നമ്മുടെ നാടിനെ തിരിച്ചെടുക്കാൻ നമ്മളാൽ കഴിയുന്ന ഭൗതികമായ വോട്ടെന്ന സംവിധാനത്തിൽ ഉണ്ടാവുക. ഇതിൻ്റെയൊക്കെ അപ്പുറം കാരുണ്യവാനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആവർത്തിക്കുന്ന വികാരത്തിനടിമപ്പെട്ടല്ല. നമ്മൾ നിസ്കാരത്തിന് ശേഷം ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണ പോലെ നമ്മുടെ ഇത്തവണത്തെ ഇലക്ഷനിൽ ഫാസിസ്റ്റുകളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഈമാൻ പൂർണ്ണമായി നിലനിർത്തുന്ന നിഅമത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് സംസാരിക്കുന്ന, അതാളുകളോട് പറയുന്ന, ആ നിഅമത്തുകളെ കുറിച്ച് ബോധവാന്മാരായി നന്ദി കാണിക്കുന്ന നല്ല വിശ്വാസികളായി മാറാൻ നാഥ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഈ നാട്ടിൽ സമാധാനമുള്ള ജീവിതം നയിക്കുന്ന നല്ല പാർട്ടികളെ വിജയിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഈ നാട്ടിൽ കലാപങ്ങൾ നടത്തുന്ന പാർട്ടികളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ.
അള്ളാഹുവേ ഈ നാട്ടിലെ മനുഷ്യർക്ക് സമാധാനം നൽകുന്ന പാർട്ടികളെ നീ വിജയിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഈ നാട്ടിൽ കലാപങ്ങൾ ഉതിർത്തുന്ന പാർട്ടികളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവേ ഈ നാട്ടിൽ മുഴുവൻ മനുഷ്യർക്കും വിശ്വാസികൾക്കും സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന പരിതസ്ഥിതി നാഥ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ വീടുകളിലും ആശുപത്രികളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട് നാഥ. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശമിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നാഥ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ വരുമാനങ്ങളിൽ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവെ നീ ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹ് മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.